ദിലീപേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഭബബയുടെ ഒരു അനൗൺസ്മെൻറ്റ്, അതായത് റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ അത് വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായല്ലേ, നമ്മൾ ആക്ച്വലി അത് റിയാക്ട് ചെയ്തില്ലായിരുന്നു. സോ നമ്മളത് റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സോ നമുക്കത് കണ്ടു നോക്കാം. 2 ദിവസമായി പുള്ളി സൗണ്ടല്ലേ പുള്ളിനെ DJ പടം ധനഞ്ജയ് ശങ്കർ അങ്ങനെയുള്ള ഡിസംബർ 18 അത്രേ ഉള്ളൂ സംഭവം. പരിപാടി അത്രേ ഉള്ളൂ. ജസ്റ്റ് ഡേറ്റ് അനൗൺസ്മെന്റ് ആണ് ഡിസംബർ 18. ഓക്കെ. ഈ റൂമർ കുറച്ച് നാളായിട്ടുണ്ടല്ലോ ലാലേട്ടൻ ഇതിനകത്ത്. അത് ഒഫീഷ്യൽ അനൗൺസ് ചെയ്തല്ലോ, അതങ്ങ് വന്നു. അതൊരു റൂമറൊന്നും അല്ല, അത് വന്നു കഴിഞ്ഞാൽ ഒരു പാട്ടുണ്ട്, തമന്ന ചെയ്യുന്ന പാട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ എലമെന്റ് ഒന്നും നേരത്തെ ടീസർ അല്ലേ? ടീസറിനകത്ത് ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇതിന് ട്രെയിലർ വരും. അപ്പൊ ഡിസംബർ 18 അല്ലേ, അപ്പൊ ഡെഫിനറ്റ്ലി അടുത്ത മാസം നമുക്ക് ട്രെയിലർ ഉണ്ടാവും. നവംബറിൽ ട്രെയിലർ വരും. ഇന്ന് റിയാക്ട് ചെയ്യുന്ന 2ാമത്തെ മാസത്തോടെ അല്ലേ ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ തിയേറ്ററിൽ നമ്മൾ ഒരു ഫുൾ ഫ്ലെഡ്ജ് മാസ് പടം അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ടില്ല. ഒരു സെലിബ്രേഷൻ പടം അങ്ങനെ ആ മൂഡായിരിക്കും പടം എന്ന് കാണുമ്പോൾ പോലെ തോന്നുന്നു. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെ എന്താ വാട്ടി മിസ് ആകാതെ അങ്ങനെ കുറച്ച് സാധനം വരുന്നത്. അതായത് ഇപ്പൊ ദിലീപ് ഇതിന്റെ ഇടയ്ക്ക് പലതവണ പടങ്ങളുമായിട്ട് വന്നിട്ടേ ഉദ്ദേശിച്ച പോലെ ക്ലിക്ക് ആവുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് പുള്ളിക്ക് ഒരു നമ്മളീ പറഞ്ഞ കംബാക്ക് എന്ന് പറയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമില്ല, എന്നാലും കംബാക്കിൻ്റെ ആവശ്യമില്ലല്ലോ, അവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു പഴയ ആ ഒരു പ്രൗഢിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ ജനങ്ങളെ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്, ഷാൻ റഹ്മാനെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷനിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. കേട്ടായിരുന്നു. അത് 3 പടങ്ങളിലായി. അത് എനിക്ക് എപ്പോഴും, കാരണം ഷാൻ റഹ്മാൻ ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്ക് ക്രൗഡ് പുള്ളി അതിനൊക്കെ പറ്റും, അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് പുള്ളി. അപ്പോൾ ഇതിലിപ്പോൾ കേൾക്കുന്ന മ്യൂസിക് അത് ചെയ്ത പുള്ളി ആയിരിക്കണം. ഇപ്പം കേട്ടിരിക്കുന്നത് ഷാൻ റഹ്മാൻ ചെയ്ത വാക്കായിരിക്കണം. അങ്ങനെ പുള്ളിയെ മാറ്റിയിട്ടുണ്ട്. അതായത് പാട്ട് ഷാൻ റഹ്മാൻ തന്നെ മ്യൂസിക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് ആളെ വരുത്തുന്നതാണ് തോന്നുന്നത്. സോ അറിയില്ല, പക്ഷേ ഇതെനിക്ക് എപ്പോഴും ഇത് ഭയങ്കര, ഞാൻ ഒരുപാട് പടത്തിലത് കണ്ടിട്ടുണ്ട്. പുള്ളിയെ സ്കോറിങ്ങിൽ നിന്ന് പുള്ളി ഇറങ്ങുന്നു. ഇപ്പം നമ്മുടെ മിന്നൽ മുരളിയിലും മിന്നൽ മുരളി ഓർമ്മ, മിന്നൽ മുരളിയുടെ ഫസ്റ്റ് ഗ്ലിംസിന് വന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അത് പിന്നെ പടത്തിലില്ല. അതന്ന് നമ്മൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യും ഇത് എവിടെയെങ്കിലും ഈ മിന്നൽ മുരളിയുടെ ആ സ്കോറിൻ്റെ ഒരു എലമെൻറ്റ് വരുമെന്ന്. കാരണം അത് ഭയങ്കര ഇമ്പാക്റ്റ് എന്നാണ്. അതിനുശേഷം അതും സുഷിനാണ് പിന്നീട് ഏറ്റെടുക്കുകയും സുഷിൻ പാട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുഷിനും ചെയ്തിട്ടുണ്ട് പാട്ട്, ഷാനും ചെയ്തിട്ടുണ്ട് മൾട്ടിപ്പിൾ. അത് വേറെ ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത വേറെ റീസൺസ് ഉണ്ടാവും. അതെ നമുക്കറിയില്ല, നമ്മൾ പറയാണ് നമ്മുടെ ഒരു ഡിലേ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും ചിലപ്പം. എന്താണ് അതിൻ്റെ റീസൺ നമുക്കറിയില്ല. പക്ഷെ അത് എപ്പോഴും അത് ഇങ്ങനെ പുള്ളിയെ ആക്ച്വലി മാറ്റുന്നത് അതിപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും അതെന്താണ്, അല്ലെങ്കിൽ ചില പുള്ളിയുടെ ബിസി ഷെഡ്യൂൾ, വേറെ വർക്കുകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ. എന്നാലും ഇതുപോലെ പടം വരുമ്പം മറ്റൊരു ഇപ്പോൾ ആട് 3 ഉണ്ട്, അതും ഷാൻ റഹ്മാൻ തന്നെ. അപ്പോൾ അറിയില്ല എന്താണ് അതിൻ്റെ സ്കീമെന്ന്. സോ അപ്പോൾ ഇത് ഡിസംബർ 18-ാം തീയതിയാണ് ബബബ റിലീസ്. നമുക്കൊരു പക്ക ഫെസ്റ്റിവൽ പടം മലയാളത്തിൽ നിന്ന് അല്ലേ. ആക്ച്വലി എല്ലാവരും എയിം ചെയ്യുന്നത് ചോട്ടാ മുംബൈക്ക് കിട്ടുന്നൊരു റിസപ്ഷൻ ഉണ്ട്, റീ റിലീസിനെ കിട്ടുന്നത്. അല്ല, ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പോയിൻ്റ് പോലും ഇല്ലാത്ത ഒരു സ്റ്റാർട്ട് ടു എൻഡ് സെലിബ്രേഷൻ പടമാണ്. അപ്പോൾ അതേപോലൊരു സിനിമ നമുക്ക് പിന്നീട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനൊരു പടം ആകുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശമെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഫുൾ കളർഫുൾ പരിപാടി, കളർഫുൾ പടമാണ്. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ ഡയറക്ഷൻ മാത്രം ഇതുവരെ വന്നിട്ടില്ല. ട്രെയിലർ വരുമ്പോഴേ അത് അറിയത്തുള്ളൂ ഇത് എങ്ങോട്ടാണ് പടത്തിൻ്റെ പരിപാടിയോ. ഇവരെല്ലാം ഇതിനകത്ത് അൺലീഷ് ദ മാഡ്നസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി അപ്പം ഭയങ്കര. അതുപോലെ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊരു ഭയങ്കര എന്താ പറയുക, കുറച്ച് വട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടേഴ്സാണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി. അതായത് കുറച്ച് രസകരമായ കുറേ പരിപാടികളുള്ളൊരു പടമാണ് എന്ന് ലാലേട്ടൻ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തെങ്കിലും അടിപൊളി പരിപാടി ആവട്ടെ. അതെ.